നമസ്കാരം. താരസംഘടന അമ്മയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടിയാണ്. മെമ്മറി കാർഡ് വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ വാർത്ത ചെയ്തൊരു വ്യക്തിയാണ്. ലാസ്റ്റ് ഹൈദരലി ആണ് കള്ളവാർത്ത കൊടുക്കുന്നത് പറഞ്ഞപ്പോൾ മനോരമ പത്രം അന്ന് ചെയ്ത വാർത്ത വരെ പുറത്തുവിട്ടിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ച കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഒരു അഡ്വക്കേറ്റ് ഉൾപ്പെടെയാണ്. പക്ഷേ അഡ്വക്കേറ്റിൻ്റെ പേര് ഉൾപ്പെടെയാണ് ഞാൻ പുറത്തുവിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നാളെ എന്ന് വെച്ചാൽ തിങ്കളാഴ്ച രാവിലെ ഈ പുതിയ കമ്മിറ്റിക്ക് മുമ്പിൽ തെളിവെടുപ്പ് തുടങ്ങാൻ പോവുകയാണ് അമ്മയുടെ ഓഫീസിൽ വെച്ച്. ഈ കമ്മിറ്റിയിൽ ഇപ്പോൾ ഉള്ളത് നടൻ ദേവൻ, ജോയി മാത്യു, അതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക് പ്രസിഡൻറ്റ് വരും, ശ്വേതാ മേനോൻ വരും. പിന്നെ ഉള്ളത് അമ്മയുടെ അംഗമായ ശ്രീലത നമ്പൂതിരി. അതുകൂടാതെ ബയലോ പ്രകാരം പുറത്തു നിന്നൊരാൾ വേണം, അഡ്വക്കേറ്റ് വേണമെന്ന് നിർബന്ധമുണ്ട്. താരസംഘടന അമ്മയിലുള്ള ആളെ വെക്കാൻ വേണ്ടി തീരുമാനിപ്പോൾ ഞാൻ പറഞ്ഞു ബയലോ പ്രകാരം തെറ്റാണെന്ന് ഞാൻ പറയും. അത് കൃത്യമായിരുന്നു. ഇപ്പോൾ വെച്ച് ഹൈക്കോടതി അഭിഭാഷകയായ ശ്രീലത പരമേശ്വരൻ, പേരൊന്നും കൂടെ പറയുന്നു, ശ്രീലത പരമേശ്വരനാണ് ഹൈക്കോടതി വക്കീലാണ് വെച്ചിരിക്കുന്നത്. ഈ 5 പേരുടെ മുമ്പാകെയാണ് ഇപ്പോൾ മൊഴിയെടുക്കൽ തുടങ്ങാൻ പോകുന്നത്. നാളെ രാവിലെ 10 മണി മുതൽ മൊഴിയെടുക്കൽ ആരംഭിക്കും. 3 ദിവസമാണ്, തിങ്കൾ, ചൊവ്വ, ബുധൻ. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാരോട് പറഞ്ഞിരിക്കുന്നത്, പ്രസിഡന്റ് അറിയിച്ചു, ആരും അവിടെ വരരുത്, തെളിവെടുപ്പ് നടക്കുകയാണ്, ആരും ഒരു കാരണവശാലും അവിടെ വരരുത് എന്ന് അറിയിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അവിടെ പല പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ഇതിലിരയായ 10-12 പേരുണ്ട്. അന്ന് മെമ്മറി കാർഡ് ഷൂട്ട് ചെയ്യുമ്പോൾ അവരുടെ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് പറഞ്ഞ 12-13 സ്ത്രീകളുണ്ട്. ഇവരെ ആരൊക്കെയാണ് ഈ കമ്മിറ്റിയിൽ ഉള്ളത് എന്ന് അറിയിച്ചിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. സ്വാഭാവികമായിട്ടും അറിയിക്കേണ്ട ഒരു ബാധ്യത ഉണ്ട് സംഘടനയ്ക്ക്. പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒക്കെ പല കാര്യങ്ങളും അറിയിക്കുന്ന പോലെ പ്രസിഡന്റ് ഇവർക്ക് മെയിൽ അയച്ചിട്ടുണ്ട്, നാളെ തെളിവെടുപ്പ് തുടങ്ങിയാണ്, നിങ്ങൾ വരണമെന്ന് പറയുമ്പോൾ അതിൽ ആരുടെ മുമ്പാകെയാണ് ഹാജരാകേണ്ടതെന്ന് പറഞ്ഞാൽ അമ്മയുടെ ഓഫീസിൽ വരണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ പറയുന്ന ഒരു നിയമപരമായി നിലനിൽക്കില്ല. കാരണം ഇത് നോട്ടീസ് കൊടുക്കുമ്പോൾ കുറച്ച് ദിവസം മുമ്പ് നോട്ടീസ് നൽകണം. പെട്ടെന്നൊരു നോട്ടീസ് നൽകാൻ ഇവർ ഇതിനു മുമ്പ് ആലോചിച്ച് തീരുമാനിച്ച പല പരിപാടികൾ കാണും. എല്ലാം താരങ്ങളാണ്, ആർട്ടിസ്റ്റുകളാണ്, ഇവർക്ക് പല പരിപാടികളാണ്. അതൊന്ന്. മറ്റ് ആരുടെ മുമ്പിലാണ് ഇവർ വരേണ്ടത് എന്ന് കാണിച്ചിട്ടില്ല. അതിൽ എത്ര പേര് പങ്കെടുക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം കഴിഞ്ഞ യോഗം ചേർന്നു, സൂം മീറ്റിങ്ങിൽ ഈ കമ്മിറ്റി അംഗങ്ങൾ രഹസ്യമായി യോഗം ചേർന്നു. അത് പുറത്ത് ആരും അറിഞ്ഞില്ല. ആ കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. അതിൽ 2 അംഗങ്ങൾ എന്തിനാണ് പഴയ കാര്യങ്ങൾ ഇപ്പോൾ കുത്തിപ്പൊക്കുന്ന നിലയിലേക്ക് ചോദിച്ചു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതും ശരിയായ നടപടിയല്ല. മറ്റ് 3 പേരെ എതിർത്തു, അഡ്വക്കേറ്റ് ഉൾപ്പെടെയുള്ളവരെ എതിർത്തു. ഇത് വലിയ കുറ്റമാണെന്ന നിലയിലേക്ക് പറയുകയും ചെയ്തു. അപ്പോൾ നാളെ തെളിവെടുപ്പ് തുടങ്ങിയാണ്. 60 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ തീരുമാനം അറിയണമെന്നാണ് ലക്ഷ്മിപ്രിയ അന്ന് മീറ്റിങ്ങിൽ പറഞ്ഞതും മറ്റുള്ളവരും പറഞ്ഞു. 60 ദിവസം എന്ന് പറയുമ്പോൾ പറഞ്ഞതനുസരിച്ച് 3 മാസമായി കമ്മിറ്റി എക്സിക്യൂട്ടീവ് യോഗി, ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായില്ല. നാളെ മുതൽ തെളിവെടുപ്പ് നടക്കുന്നു. ആരൊക്കെ പങ്കെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു കൃത്യത വന്നിട്ടില്ല. എന്തായാലും അത് വലിയൊരു പ്രശ്നമാണ്, ക്രിമിനൽ കുറ്റമാണ്. മറ്റ് താരങ്ങളെക്കുറിച്ച് വനിതാ മെമ്പർമാർ വന്ന് പറഞ്ഞത് വീഡിയോയിൽ ചിത്രീകരിച്ച് പിന്നീട് ആ മെമ്മറി കാർഡ് എവിടെയാണെന്ന് പോലും അറിയാതെ മുക്കുന്ന ഒരു നിലയിലേക്ക് വന്നപ്പോൾ അത് വലിയ കുറ്റമാണ്, ക്രിമിനൽ കുറ്റത്തിലേക്ക് വരുന്ന ഒരു പശ്ചാത്തലമുണ്ടെന്നാണ് ഞാൻ നിയമവിദഗ്ധരുമായി അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം. അപ്പോൾ അങ്ങനെ ഒരു തെളിവെടുപ്പ് നാളെ നടക്കും. നാളെ രാവിലെ മുതൽ തെളിവെടുപ്പാണ്. 3 ദിവസത്തേക്കാണ്. 10-15 പേരുണ്ട്. ഇവരെ വിളിച്ചു വരുത്തി തെളിവെടുപ്പ് നടത്തുമെന്നാണ് പറഞ്ഞത്. ഇവർക്ക് പറയാനുള്ളതെല്ലാം വീഡിയോയിൽ ചിത്രീകരിക്കാനും തീരുമാനം. മെമ്മറി കാർഡ് വീഡിയോ ചിത്രീകരിച്ചത് ആ കാർഡ് എവിടെയാണെന്ന് കണ്ടിട്ടില്ല. ഇതും വീഡിയോയിൽ ചിത്രീകരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീഡിയോയിൽ ചിത്രീകരിച്ച് തെളിവിന് വേണ്ടിയായിരിക്കും. തീർച്ചയായിട്ടും തെളിവിന് വേണ്ടി വീഡിയോയിൽ ചിത്രീകരിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഈ കാര്യമാണെന്ന് പ്രേക്ഷകരെ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ മൊബൈൽ ഫോൺ വിവാദം ഞാൻ പറഞ്ഞു. 17 മൊബൈൽ ഫോണും 4 ലാപ്ടോപ്പുകളും കൈക്കൂലി ആയി വാങ്ങിയതാണ് എന്ന് ഞാൻ സ്ഥാപിക്കും. എന്നാൽ മൊബൈൽ ഫോൺ കൈപ്പറ്റാത്ത ആളുകൾ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പോയി. ഇനി ആരൊക്കെ കൈപ്പറ്റിയെന്നുള്ളത് എനിക്കറിയില്ല. കൈപ്പറ്റിയെങ്കിൽ അവിടെ എഴുതി വെക്കേണ്ടി വരും. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ പുതിയ കമ്പനിയെ ഡിജിറ്റൽ പാർട്ട്ണറാക്കി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിജിറ്റൽ പാർട്ട്ണർ എന്ന നിലയിലേക്ക് ഒരു വീഡിയോയും പുറത്തിറങ്ങി അന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ വാർത്ത ശരിയാണെന്ന് കൃത്യമായി സ്ഥാപിക്കുന്ന നിലയിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വാർത്ത തെറ്റല്ല, കൃത്യമാണ് എന്ന നിലയിലേക്ക് പോയിട്ടുണ്ട്. അതും അങ്ങനെ ഒരു
ഡിജിറ്റൽ പാർട്ട്ണറാക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? അത് കമ്മിറ്റി മെമ്പർമാർ അറിഞ്ഞിട്ടില്ല, പല ആളുകളും അറിഞ്ഞിട്ടില്ല. അതേക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇവർ 2-3 പേര് എടുത്ത തീരുമാനം അത് ഡിജിറ്റൽ പാർട്ട്ണറായി വന്ന ആൾക്ക് അവിടെ സ്വീകരിക്കുകയും അതിനുള്ള ഫ്രെയിം ചെയ്ത് കാര്യങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഇവർ പ്ലാൻ ചെയ്തതാണ് ഇതെല്ലാം. അപ്പോൾ അത് കമ്മിറ്റിയിൽ അംഗങ്ങൾ അറിഞ്ഞിട്ടില്ല. അതേക്കുറിച്ചും ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ വാർത്തകൾ ശരിയാകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് കഴിഞ്ഞ കമ്മിറ്റിയിൽ ഒരു പിച്ചപാത്രത്തിൽ കൈയിട്ട് വരുന്ന ഒരു കാര്യം എന്നെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിന് കൃത്യമായ മറുപടി ഞാൻ കൊടുത്തിരുന്നു. എന്നാൽ ഞാൻ ഒരു കാര്യം അറിയിക്കുകയാണ്, പിച്ചപാത്രത്തിൽ കൈയിട്ട് വാരുന്നത് ഞങ്ങളുടെ ചാനലിൻ്റെയാണ്. അതിൻ്റെ തെളിവുണ്ട്. കുടുംബസംഗമം പൈസ കൊടുത്തെടുക്കുമ്പോൾ അതിനകത്തൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ അവർക്കും അതിൻ്റെ ലിങ്ക് കൊടുത്തിരുന്നു, അവർക്ക് വീഡിയോ ഇടാനുള്ള അനുമതി കൊടുത്തിരുന്നു. എഗ്രിമെൻ്റ് പ്രകാരം 30% ഷെയർ, റവന്യൂ ഷെയർ, എനിക്കത് എത്ര നാൾ ഓടുന്നോ ആ കാലത്തുള്ള റവന്യൂ ഷെയർ എനിക്ക് വേണമെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ റവന്യൂ ഷെയർ എനിക്ക് തന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് 2 മെയിൽ ഞാൻ അയച്ചിരുന്നു. കഴിഞ്ഞ കമ്മിറ്റിയിൽ ആ മെയിലിൽ ചർച്ച ചെയ്യുകയും ഉടൻ തന്നെ എന്നെ ബന്ധപ്പെടുമെന്ന് പറഞ്ഞു. ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ പിച്ചപാത്രത്തിൽ കൈയിട്ട് വാരുന്നത് ഞാനല്ല, നിങ്ങളാണ്, ഈ പുതിയ കമ്മിറ്റി അംഗങ്ങളാണ് എന്നൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഫിനാൻസ് കമ്മിറ്റിക്ക് അത് അധികാരമുണ്ട്, ഡിജിറ്റൽ കമ്മിറ്റിക്ക് അധികാരമുണ്ട്. ഈ കാര്യങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തണം. എനിക്ക് തന്നില്ലെങ്കിൽ നിങ്ങളാണ് പിച്ചപാത്രത്തിൽ കൈയിട്ട് വാരുന്നത്. എനിക്ക് അടുത്ത മീറ്റിങ്ങിന് മുമ്പ് ഇതിന് തീരുമാനമുണ്ടായില്ലെങ്കിൽ ഞാൻ നിയമപരമായിട്ട് പോകേണ്ട നിലയിലേക്ക് വരും. കാരണം എനിക്ക് എഗ്രിമെൻ്റ് ഉണ്ട്. എൻ്റെ എഗ്രിമെൻ്റ് പ്രകാരമാണ് എനിക്ക് പൈസ തരാനുള്ളത്. അപ്പോൾ അത് തരാത്തത്ര കാലം പിച്ചപാത്രത്തിൽ കൈയിട്ട് വാരുന്നത് ഞാനല്ല, തിരിച്ച് നിങ്ങളാണെന്നും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും കാത്തിരുന്ന് കാണാം മെമ്മറി കാർഡിൻ്റെ വിഷയം എങ്ങനെയാകും, ആരൊക്കെ തെളിവെടുപ്പിന് വരും, തെളിവെടുപ്പ് കഴിഞ്ഞിട്ട് എന്തായിരിക്കും ഇവരുടെ നടപടി എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ പറയുന്ന ശ്രീലത നമ്പൂതിരിയൊക്കെ വെക്കുന്ന കാര്യത്തിൽ ഈ പരാതിപ്പെട്ട ആളുകൾക്ക് തൃപ്തരല്ല. അവർ പറഞ്ഞിരുന്നത് മുതിർന്ന ഒരംഗമായ മല്ലിക സുകുമാരനെയാണ്. പക്ഷേ മല്ലിക സുകുമാരൻ ലൂസ് ടോക്കർ എന്ന് പറഞ്ഞ് ഒഴിവാക്കി. മല്ലിക സുകുമാരനെ ഔദ്യോഗികമായി അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രസിഡന്റ് വാട്സാപ്പിൽ ഒരു ചാറ്റിലൂടെ ഇങ്ങനെ വരുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. അത് മല്ലിക ചേച്ചിയുമായിട്ട് സംസാരിച്ചും ഔദ്യോഗികമായി എനിക്കൊരു അറിയിപ്പ് കിട്ടില്ല. സാധാരണ മെയിൽ ചെയ്ത് അറിയിക്കണം, അങ്ങനെ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. അപ്പോൾ ആർക്കോ വേണ്ടി ഒരു മെസ്സേജ് ഇട്ട് അവസാനിപ്പിക്കുന്ന നിലയിലേക്കാണ് പോയത് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും നമുക്ക് നോക്കാം നാളത്തെ തെളിവെടുപ്പിന് ആരൊക്കെ പങ്കെടുക്കും, 3 ദിവസം നടക്കുന്ന തെളിവെടുപ്പിൽ എന്തൊക്കെയാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നതെന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ.